അമ്മയുടെ കൊച്ചു അനുസരണയുള്ള കുട്ടിയായിട്ട് കിടക്കുന്ന കണ്ടോ? കാലൊക്കെ പൊക്കി വെച്ച് ഫേസ്ബുക്കിലിട്ടപ്പോൾ പറഞ്ഞൊരു ജട്ടി വാങ്ങിച്ചിട്ടൂടെയെന്ന് ചോദിച്ചു കുട്ടിയോട് കേട്ടോ. ഇങ്ങനെയൊക്കെ കിടന്ന് ഉറങ്ങുമ്പോഴേ അങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ചിണ്ടൻകുഞ്ഞ് നല്ല കുട്ടിയായി അനുസരണയൊക്കെ ആയിട്ട് ഇങ്ങനെ പകൽ മുഴുവൻ ഇവിടെ നിൽക്കും കേട്ടോ. എന്നിട്ട് സന്ധ്യ ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ സ്വാധിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ ആ വഴി ആളങ്ങട് രക്ഷപ്പെടും. ഇന്നലെ അങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷെ പള്ളിയുടെ ഞങ്ങളുടെ മതിലിനോട് ചേർന്ന് പള്ളിയുടെ അവിടെ ഗ്രില്ല് പോലെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ മരങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. അവിടെ പട്ടികൾക്കൊന്നും ഒന്നും ചെല്ലാൻ പറ്റില്ല. പൊക്കത്തിലാണ്. അവിടെ കയറി ഇപ്പോൾ സ്റ്റെപ്പ് പോലെ കയറി അതിൻ്റെ മുകളിൽ കിടന്നു. രാവിലെ ഇറങ്ങി വന്നു. അതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. മിന്നു കണ്ടില്ല കേട്ടോ. അപ്പോൾ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അവരെ മൂത്രമൊക്കെ ഒഴിക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അങ്ങനെ ചിണ്ടൻകുഞ്ഞിനെ ഞാൻ പുറത്തേക്ക് കൊണ്ടു കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ കളിച്ച് ആളിവിടുന്ന് രക്ഷപ്പെടും. അതാണൊരു പ്രശ്നം. ഈ സമയത്ത് എനിക്കിപ്പോൾ മോളെന്നെ വിളിക്കുന്ന സമയമാണ് വൈകുന്നേരം. അപ്പം ഞാൻ അവളെ വിളിച്ചിട്ട് ഇവിടെ ചിലപ്പോൾ റേഞ്ച് കിട്ടില്ല. അപ്പുറത്തേക്ക് നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവൻ ഇവിടുന്ന് രക്ഷപ്പെടും. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും കഥ പറയാൻ പറഞ്ഞുല്ലോ പൂച്ചകളുടെ. അപ്പം ഞാൻ കഥ പറയാമെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോയിലായിട്ട് ഇടുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ വീഡിയോ ഇടുമ്പോൾ എൻ്റെ ജീവിതാവസാനം വരെ പറഞ്ഞാലും തീരാത്തത്ര കഥയുണ്ട്. അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാണുമ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലാണ് ആ രസം ഉണ്ടാവുള്ളൂ കേൾക്കുമ്പോൾ. അപ്പോൾ നിങ്ങളപ്പോൾ പഴയ ആൾക്കാരുടെ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോസൊക്കെ ഗൂഗിളിൽ നിന്നൊക്കെ തപ്പിയെടുത്തതാണ്. കാരണം എല്ലാം ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നിറയുമ്പോൾ നമ്മൾ ഫോൺ നിറയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഗൂഗിൾ ഫോട്ടോസിൽ നിന്നൊക്കെ തപ്പിയെടുത്തിട്ടാണ് ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും അതെല്ലാം കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യുക. ഷോർട്ട് വീഡിയോയിലും ഞാൻ കാണിക്കും ഇവരെയൊക്കെ. ലോങ് വീഡിയോയിലാണ് പഴയ ആൾക്കാരെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. നമ്മുടെ ഷോർട്ട് വീഡിയോ പോലെ ലോങ് വീഡിയോയും കയറി പോകണ്ടേ? എന്നാലാണ് നമുക്ക് രക്ഷയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. കുഞ്ഞാ വേഗാവട്ടെ. പുല്ല് തിന്നൊന്നും വേണ്ട പശുക്കുട്ടി.